നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നതാണ്. ഈ കിടക്കുന്ന കാറുകളുണ്ടാവും എല്ലാം ഈ കല്യാണത്തിന് വന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവിൻ്റെ മാരേജാണ്. ഫ്രണ്ടെന്ന് പറയുന്നത് ഗിനിയൻ തന്നെയാണ്. അപ്പോൾ അയാൾ ഇതിനകത്തുണ്ട്, ഒരുപാട് തിരക്കുകളായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവരുടെ മാരേജ് എങ്ങനെയാണ്, അവരുടെ സെറിമണീസ് എന്താണ്, എല്ലാം ഒന്ന് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആഫ്രിക്കൻ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം ദയവേത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അദ്ദേഹം കുറെ നാളെ കൊണ്ട് പാടുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന ഈ എക്യുപ്മെന്റ് ഉണ്ടോ, നമ്മുടെ ഹാക്സ ബ്ലേഡ് ആണ്. ഇത് പ്ലൈവുഡ് ആണ്. പ്ലൈവുഡിനകത്ത് ഹാക്സ ബ്ലേഡ് വെച്ച് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക. ഏത് ഭാഷയാണെങ്കിലും നല്ല പാട്ട്. കലാകാരന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഇതുപോലത്തെ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ മാരേജ് സെറിമണി നടത്തുന്നത്. ഭയങ്കരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നു. ഇവരെല്ലാം വെൽക്കം ഗേൾസ് ആണ്. Et l'espace qui nous accueille ce soir, c'est 224 louanges disponibles pour tous ceux qui nous pratiquent de l'autre côté des États-Unis. Mara, surtout n'hésitez pas. Alors ce soir, vous également, que Dieu a bien voulu. ഇവര് ഫ്രഞ്ച് അല്ലാന്നാ തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ എന്തോ ലോക്കൽ ഭാഷയാണ്. ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം അകത്ത് ചെയറിലിരിക്കും. എനിക്ക് പുറകിലായിട്ട് കാണുന്ന പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ ക്രിക്കറ്റിന് കമന്ററി ഇല്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. രണ്ടുപേരും ഇങ്ങനെ മയക്കി വെച്ചിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പ്രാർത്ഥിക്കുകയാണ്, കുറേയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുവാണ്. ഇവിടെ ഞാൻ കണ്ട വേറൊരു കാഴ്ച എന്ന് പറഞ്ഞാല് അവരെ ബന്ധുക്കളിൽ തന്നെ പണക്കാരായിട്ടുള്ളവർ മാത്രമാണ് ഈ കാണുന്ന കസേരയിൽ ഇരിക്കുന്നത്. അത് നല്ല പണമുള്ളവര് ഈ വെള്ള കസേരയിൽ ഇരിക്കുന്നത്. അതേസമയം പാവങ്ങൾ ഇരിക്കുന്നത് ആ കാണുന്ന ചുവന്ന കസേരയിലാണ്. നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി കാണുമ്പോൾ അറിയാം. ഇതുവരെ നമ്മുടെ വധുവരന്മാർ എത്തിയിട്ടില്ല. അവരെത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ കാണാം. ഇതാ പെൺകുട്ടിയുടെ അമ്മയാണ്. അവരും ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വധുവരന്മാർ എത്തിയിട്ടുണ്ട്. അവരെ ഈ വെൽക്കം ഗേൾസും സെക്യൂരിറ്റീസും കൂടെ ചേർന്ന് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണത്. ഈ വരുന്നത് വരന്റെ സഹോദരിയാണെന്ന് തോന്നുന്നു. കാലെടുത്ത് വെക്കുന്നതിന് മുമ്പുള്ള ഈ ആചാരം നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? അങ്ങ് പ്രസംഗിക്കുക. ഇവർക്ക് സംസാരിച്ച് ക്ഷീണിക്കത്തില്ലേ? എത്ര നേരമായെന്നറിയാമോ?
ഡാൻസ് കണ്ടിട്ട് നല്ലപോലെ ബോറടിക്കുന്നു. അപ്പൊ ഡാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാഴ്ച കാണാം. ഭയങ്കര ബോറടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടി. ഈ ഡാൻസ് ഒരേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പെണ്ണിന്റെ വീട്ടിന്റെ കലാപരിപാടികളാണ് ഈ നടക്കുന്നത്. കണ്ടോ, പൈസ ഇട്ടോളിക്കുന്നുണ്ടോ? പൈസ വാരി എറിയുന്നുണ്ടോ? കണ്ടോ, വരുന്നവരെല്ലാം പൈസ ഇങ്ങനെ എറിയും. പൈസ ഈ കിടക്കുന്ന എല്ലാം പൈസ. പൈസ വാരി എറിയുവാണ്. ഈ ബന്ധുക്കളെല്ലാം ഇതിന്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു വൈബാണ് പൈസ വാരി എടുക്കുന്ന കണ്ടോ. ഇനി അടുത്ത പയ്യന്റെ ഡാൻസ് ആണെന്നാ തോന്നുന്നു കേട്ടോ. പയ്യന്റെ ഡാൻസ് തന്നെ. അതിന്റെ റിവേഴ്സ് ആണ് ഇനി. ഇനി പെൺകുട്ടി ഇരിക്കും, പയ്യന്റെ ആൾക്കാര് പൈസ വാരി എറിയും, പയ്യൻ ഡാൻസും കളിക്കും. ഒരു പ്രധാന സംഗതിയാ പൈസ ഇങ്ങനെ വാരി എറിയും. നോക്കണേ, പൈസ വന്നോണേ. കെട്ടുകണക്കിന് നോട്ടായിട്ടാ വരുന്നത്. കെട്ടുകണക്കിന് നോട്ട്. പൈസ വാരി എറിയാണ് ഈ അമ്മച്ചി. കിടക്കുന്ന മൊത്തം പൈസയാണ്. കിടക്കുന്ന കിടപ്പുണ്ടാ. എത്ര മനോഹരമായ ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടോ? ഇവിടെ കാണുന്ന വേറൊരു കാഴ്ച ഉണ്ടോ? ഈ ചുവന്ന കസേര ഇരിക്കുന്നവർക്ക് പണക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ നോട്ട് വീതം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. കണ്ട 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 സൂക്ഷിച്ചു നോക്കണേ. കണ്ട കണ്ട അത് ഇവരുടെ ഒരു പ്രസ്റ്റീജാണത്, ഒരു രീതിയാണത്. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. നമ്മളിവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ ഇതൊരു ഫാമിലി ഫംഗ്ഷൻ ആണ്, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കവർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പയ്യന്റെ വീട്ടുകാരുടെ ഡാൻസ് ആണ് കേട്ടോ. ഈ പൈസയുടെ കാര്യത്തില്
നമ്മൾ പൊതിഞ്ഞു കൊടുക്കുന്നു, അവര് പൊതിയാതെ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ നാട്ടിലെ കല്യാണം എന്ന് പറയുന്നത് പൈസയുടെ കളി തന്നെയാണല്ലോ. വെച്ചൊരു സംഭവം ഉണ്ടായി. നാട്ടുകാർ പല ആൾക്കാരും നമ്മളെ കണ്ടോണ്ട് വരും, ചില നമ്മുടെ അടുത്തൊന്നും പിരിവെടുക്കും. ഈ പിരിവെടുപ്പ് എന്ന് പറഞ്ഞാൽ പൈസ വാരി അറിയുന്നില്ലേ, അത് പയ്യന്റെയും പെണ്ണിന്റെയും വീട്ടുകാരല്ലാതെ നാട്ടുകാരും ചെയ്യുന്നുണ്ട്, നാട്ടുകാരും പിരിവെടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് പൈസ ചോദിച്ചു, ഞാൻ നൈസായിട്ട് വലിഞ്ഞു. കൊള്ളാം, വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഡാൻസ് കളിക്കുന്നെങ്കിൽ നല്ല സ്റ്റെപ്പ് വെക്കണം. ഒരേ സ്റ്റെപ്പ് തന്നെയാണ് കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഈ ഡാൻസ് ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ല. ഇവിടുത്തെ കല്യാണ സദ്യ അല്ലെങ്കിൽ നമ്മുടെ റിസപ്ഷനുള്ള ഫീസ്റ്റില്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ പാക്കറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഈ കാണുന്ന ഓറഞ്ച് പാക്കറ്റ് കണ്ടില്ലേ, എനിക്കൊരു റെഡ് പാക്കറ്റ് തന്നു. എല്ലാവർക്കും മേശപ്പുറത്ത് ഇങ്ങനെ ഓരോ പാക്കറ്റ് കൊണ്ടുവയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാം, പോരാത്തത് നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം, പോരാത്തത് അവർ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിരിവെടുപ്പ്, ഈ കാണുന്ന ഒരു പിരിവെടുപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം എന്ന് പറയുന്ന ഒരു അവസരമാണ്. ഒരു ആചാരം പോലെയാണ്. നമ്മൾ നമുക്കുണ്ടായിരുന്ന കിറ്റിനകത്ത് ഒരു എനർജി ഡ്രിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കനും എന്താ പറയുന്നത്, നമ്മുടെ ഈ ബ്രഹ്മസരി ഇല്ലേ, അതുപോലെ ഒരു സംഗതിയും ഒരു ചെറിയ സ്പൂണും. ഇതാണ് നമുക്ക് കിട്ടിയ കിറ്റ്. പിന്നെ സ്നാക്സ് ആയിട്ട് പോപ്കോണും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ച് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിയാൻ വരുന്നത് അടുത്തടുത്ത സാധനങ്ങളായിട്ട് അവർ കൊണ്ടുവരും. ഇവിടുത്തെ ചില രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ എത്ര നല്ലതല്ല. കണ്ടോ, പാവങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കണ്ടോ, പണക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്താ ഇതുപോലെ കിറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പാവങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മുടെ ഈ സമൂസ പോലത്തെ ഓരോരോ സാധനങ്ങൾ. അതൊക്കെ വേർതിരിവാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നല്ല ഫംഗ്ഷൻ നടക്കാൻ നേരത്ത് അത്തരത്തിലുള്ള വേർതിരിവുകൾ നല്ലതല്ല, ഇല്ലേ? എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അടുത്തതായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന സെറിമണിയാണ്. ഇത് നമ്മുടെ നാട്ടിലും ഉള്ളതാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ കേക്കിൻ്റെ മുമ്പ് നിന്ന് ഒരു 1.5 മണിക്കൂർ പ്രസംഗമായിരുന്നു. അവസാനം വീഡിയോ എടുത്തുകൊണ്ടുവന്ന് ഞാൻ തന്നെ പറഞ്ഞുപോയി, തേങ്ങ ഉടക്കി സാമീന്ന്. അങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മാരേജ് സെറിമണി ആയിരുന്നു ഇത്. ഒരുപാട് സന്തോഷം. എൻ്റെ ഫ്രണ്ട് ഒലിവറിന് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര മ്യൂസിക്കും ഭയങ്കരമായിട്ടുള്ള ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റെപ്പ് തന്നെയാണ് മൾട്ടിപ്പിളായിട്ട് വെക്കുന്നത്. പക്ഷേ മ്യൂസിക് ഭയങ്കര ഇൻ്റർഫറൻസ് ഉണ്ടായിരുന്നു സൗണ്ടിന്. അതുകൊണ്ട് തന്നെ എൻ്റെ പല ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ വരുന്ന പല ക്ലിപ്സിലും
എൻ്റെ ശബ്ദം അത്ര ഓഡിബിൾ ആയിരിക്കും എന്ന് തോന്നുന്നില്ല, ദയവായി ക്ഷമിക്കുക. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ വീഡിയോ ചെയ്യാനേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കണം. വോയിസ് ഓവർ കൊടുത്താൽ ചിലപ്പം ആ ഒരു ഫീല് കാണുന്നവർക്ക് വന്നെന്ന് വരത്തില്ല. സോ ദയവേത് ക്ഷമിക്കണം. അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം ഇത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാരേജ് എക്സ്പീരിയൻസ് ആണ് ചെയ്തത്. അപ്പം അതിന് സഹായം ചെയ്തു തന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും താങ്ക്സ് ഉണ്ട്. ഒരുപാട് സന്തോഷം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.